പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കരിമങ്കല്ലിയൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് നിശേഷം മാറുന്നതിനും അതുപോലെ കരിമങ്കല്യം പോലെ ചില ആൾക്കാർക്കൊക്കെ ചെറിയ ചെറിയ പാടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് നമുക്ക് തേമലൊക്കെ വരുന്നത് പോലെയുള്ള ഒരു പാടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതും അതുപോലെ തന്നെ നല്ല മുഖത്തൊക്കെ നല്ലൊരു ഗ്ലോ വരുന്നതിന് ഇതിന്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ മുഖമൊക്കെ നല്ലൊരു ഭംഗിയാവുന്നതിനും നല്ലൊരു എന്താ പറയാ നിറമൊക്കെ കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല നിറമൊക്കെ ഉണ്ടാവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കിന്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബ് ഒന്നും ചെയ്യുന്നില്ല. കാരണം സ്ക്രബ് ചെയ്തിട്ടില്ലാത്ത ഈ 2 ആഴ്ചക്കകത്ത് വെച്ച് സ്ക്രബ് ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യുക. അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും കുറച്ച് പഞ്ചസാരയും അരിപ്പൊടിയും തേനും കൂടി ആണെങ്കിലും ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും തൈരും കൂടി ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും കൂടി ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയുള്ള ഏതാണോ നമുക്ക് അവൈലബിൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യുന്നില്ല, ക്ലെൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ പച്ചപ്പാലാണ്, പച്ചപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു 2-3 തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. തോനെ നാരങ്ങ നീര് ഒഴിക്കരുത്. പാലിലേക്ക് തന്നെ ഒരു 3 തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം നാരങ്ങ നീരും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാവുന്ന എന്താ നന്നായിട്ട് ക്ലീൻ ആവും. ഫേസിലൊക്കെ അഴുക്കുകളൊക്കെ മാറി നല്ല ക്ലീൻ ആവുന്നതിന് ഈ പാലിന്റെ കൂടെ ഈ നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ വളരെയധികം നല്ലതാണ്. ഞാനിപ്പോൾ നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഫേസ് എല്ലാം നമ്മൾ എല്ലാ പാക്കിങ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം. ഞാനിപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ടിരിക്കുന്നതാണ്. നമുക്ക് നനഞ്ഞൊരു തുണി വെച്ച് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കും. അപ്പൊ ഞാൻ എൻ്റെ ഫേസ് എല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. നന്നായിട്ട് ഫേസിലെല്ലാം നമുക്ക് ഈ പാല് തേച്ച് കൊടുക്കാം. പാല് വളരെയധികം നല്ലതാണ് ഫേസ് എല്ലാം ക്ലീൻ ആവുന്നതിനും. അതുപോലെ തന്നെ നമുക്ക് എന്ത് പാക്കുകൾ ഉപയോഗിക്കുന്നതിനും പാൽ ഉപയോഗിക്കുന്നത് പച്ചപ്പാല് തന്നെ ഉപയോഗിക്കണം. പാൽ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ നല്ല രീതിയിൽ പാലെല്ലാം ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ മസാജ് ചെയ്യുന്നത് നമ്മളിനി മസാജിങ് ഒരു സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ടൊന്ന് ക്ലിൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്ന് തുടച്ചു കളയാം. ഇത് നമുക്കൊന്ന് തുടച്ചു കളയാം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏത് പാക്കായാലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് അന്നേരം തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ തന്നെ നല്ലൊരു മാറ്റമായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വേറെ മറ്റ് സ്ക്രബും അതുപോലെ തന്നെ മസാജിങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ നേരിട്ട് സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
1 സ്പൂണിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ തേക്കാൻ പറ്റുന്നതിൻ്റെ അത്രയ്ക്കും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണും കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ വേണം. ആ തേങ്ങാപ്പാൽ ഞാൻ ആവശ്യത്തിന്, ഇത് മിക്സ് ആവുന്നതിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഒരു ക്രീമിന്റെ പരുവത്തിലൊക്കെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണിന് വേണ്ടിയിട്ട് തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് നമ്മുടെ ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. 15 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്കൊന്ന് തുടച്ചു കളയാം. കാരണം നമ്മൾ തുടയ്ക്കുന്നതിന് മുമ്പിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം തുടയ്ക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പൊ നമുക്കൊന്ന് തുടച്ചെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് നമുക്കുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് മാറിക്കിട്ട് ഇതിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ മനസ്സിലുണ്ടാവുന്ന കരിമങ്കല്ലിയൊക്കെ മാറുന്നതിനും അതുവഴി നമുക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ കറുത്ത പാടുകള്, കുത്തുകള്, അതുപോലെ തന്നെ കാര, ഇതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. മുഖക്കുരു വന്ന പാടുകളും ഒക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല ഗ്ലോ ആവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കരിമങ്കല്ല് വേണമെങ്കിലും നമുക്ക് മാറിക്കിട്ടുന്നതാണ്. ഒരു ശകലം പോലും പാടൊന്നുമില്ല, ഒരു ലേശം പോലും പാടൊന്നും ഇല്ലാത്ത രീതിയിൽ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ ബൈ.